അപ്പോൾ അതാ നമ്മുടെ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ചെറിയ കഷ്ണം കോളിഫ്ലവർ, അതിങ്ങനെ ചെറിയ ഫ്ലോററ്റ്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, 5-6 ബീൻസ്, പിന്നെ ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ്. ഇത് ഫ്രഷ് ഗ്രീൻ പീസ് അല്ല, നമ്മുടെ ഉണങ്ങിയ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, ഇത് ഞാൻ തലേദിവസം രാത്രിയിൽ വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഫ്രഷ് ഗ്രീൻ പീസ് എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഡ്രൈ ഗ്രീൻ പീസ് എടുത്തിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ മറക്കരുത്. ഈ വെജിറ്റബിൾസ് തന്നെ ചേർക്കണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെക്കാം. കുക്കറിലാണ് നമ്മുടെ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ കുക്കർ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, സൺഫ്ലവർ ഓയിൽ ആയാലും മതി. എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 4 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 5 ഗ്രാമ്പു, 2-3 കഷ്ണം പട്ട. നമ്മുടെ സ്പൈസസ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു സവാള ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഈ സവാളയുടെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ 4 അല്ലി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്താണിത്. അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ് എടുത്തത്, 4 എണ്ണം. ഇഞ്ചി 1 ഇഞ്ച് വലിപ്പം ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒത്തിരി ഇങ്ങനെ കളർ ചേഞ്ച് ഒന്നും ആകണ്ട, അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ നമ്മുടെ സവാള അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചച്ചവയൊക്കെ മാറിയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഞാനിവിടെ ഒരു 2.25 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ മൂടി കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ കൊടുക്കാം. 2 വിസിലാകുമ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. എന്നിട്ട് പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ട് നമുക്കിത് തുറന്നു നോക്കാം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ വെജിറ്റബിൾസ് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ബൗളിലേക്ക് ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തൊട്ട് 1/4 കപ്പ് വരെ എടുക്കുക. നമ്മുടെ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ കാഷ്യൂ നട്ട് ഉണ്ടെങ്കിൽ ഒരു 5-6 കാഷ്യൂ നട്ട് ഈ തേങ്ങയുടെ കൂടെ അരച്ച് ചേർക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ കാഷ്യൂ നട്ട് ഇല്ലാത്തതാണ് ഞാൻ ചേർക്കണില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് ഇതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം എന്ന് പറയുമ്പോൾ വലിയ ജീരകം, ഫെന്നൽ സീഡ്സ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മുടെ അരപ്പ് ഇവിടെ അരച്ചുകൊണ്ട് വന്നു. നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതാ നമ്മുടെ കുക്കറിൽ നിന്ന് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഗ്രീൻ പീസ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ മിക്സി ബൗളിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിലുള്ള അരപ്പും കൂടെ നമുക്ക് വേസ്റ്റ് ആകാതെ കിട്ടും. അപ്പോൾ ഇതൊക്കെ എൻ്റെ കറിയിൽ ഇപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മുടെ കുറുമ നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഒത്തിരി നേരം ഇട്ട് തിളപ്പിക്കണ്ട, ഒരു 2 മിനിറ്റോളം ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കുറുമ 2 മിനിറ്റോളം ഒന്ന് തിളച്ചിട്ടുണ്ട്. കറിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്.
ഇത്രയും മതി. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയില. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതാ ഇത്രയുള്ള നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ. നല്ല എളുപ്പമല്ല ഉണ്ടാക്കാൻ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കുറുമയാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്ക് താങ്ക് യു സോ മച്ച്. ബൈ.